എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ മാസം 12 നാളെ അവസാനിക്കും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കയറി ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് FIUGP 2026-27 അപ്ലൈ നൗ എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾ ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്കിവിടെ അപ്ലൈ നൗ എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. ആദ്യമായി ഈ പേജിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾ ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. സൈൻ അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളൊക്കെ നൽകി ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾക്കിവിടെ ക്യാപ് ID മറ്റ് സെക്യൂരിറ്റി കീയും നൽകി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. നിങ്ങളുടെ മാർക്ക് വിവരങ്ങളും മറ്റ് വിവരങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം. കോളേജ് ഓപ്ഷൻസ് ഒരു കുട്ടിക്ക് പരമാവധി 20 ഓപ്ഷൻസ് ആണ് നൽകാൻ സാധിക്കുക. തീർച്ചയായും ഇനി അപേക്ഷ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പല വിദ്യാർത്ഥികളും സംശയങ്ങൾ ചോദിച്ചിരുന്നു. തീർച്ചയായും പറയാനുള്ളത് നിങ്ങളുടെ അപേക്ഷയിൽ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ നൽകിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അപേക്ഷയുടെ അവസാന ദിവസം വരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഓരോ വിദ്യാർത്ഥിയുടെയും അപേക്ഷയിൽ എഡിറ്റ് വരുത്താൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപേക്ഷ ക്ലോസ് ആകുന്ന ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ജൂൺ മാസം 12 അപേക്ഷ ക്ലോസ് ആകുന്നത്. ആ 12 തീയതിക്കകം നാളെ വൈകുന്നേരം 5 മണി വരെയാണ് സമയം. അതിനകം നിങ്ങളുടെ അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് മറ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും സ്ക്രീനിൽ കാണുന്ന ഹെൽപ്പ് ഡെസ്ക് നമ്പറിൽ ഇമെയിൽ ID ഓൺലൈൻ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് വിളിക്കാൻ പറ്റുന്ന സെക്ഷനുകളിലെ നമ്പറാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക. നമ്പറിൽ വിളിക്കുക, ബന്ധപ്പെട്ട അധികാരികളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുക. തീർച്ചയായും അവിടെ നിങ്ങൾക്ക് ഹെൽപ്പ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. മൈ നെയിം ഈസ് കൃത ഫോർ വാച്ചിങ്. ബൈ.